വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 8 മുതൽ 10 വരെ തിരുവചനങ്ങൾ. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറിവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്കറിയാം സക്കറിയ അബിയ ഗണത്തിൽപ്പെട്ട ആളാണെന്നും ദാവീദിൻ്റെ സമയത്ത് പുരോഹിതരെ 24 ഗണങ്ങളായി തിരിച്ചുവെന്നും അബിയ ഗണം 8-ാമത്തെ ഗണത്തിൽപ്പെട്ട ആളുകളാണ് എന്നും നമുക്കറിയാം. അങ്ങനെ 8-ാമത്തെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ശുശ്രൂഷകൾ നടത്തിവരവേ സക്കറിയ പുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാനുള്ള കുറി വീഴുന്നു. നമുക്കറിയാം, ജെറുസലേം ദൈവാലയത്തിന് പ്രധാനമായ 3 ഭാഗങ്ങളാണുള്ളത്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം തൻ്റെ തന്നെയും വിശുദ്ധീകരണത്തിൻ്റെയും ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയും പാപപരിഹാര രക്തവുമായിട്ട്, ബലിമൃഗത്തിൻ്റെ രക്തവുമായിട്ട് ഒരിക്കൽ പ്രവേശിക്കുന്നു. ജനം മുഴുവൻ വെളിയിൽ കാത്ത് പ്രാർത്ഥിച്ച് നിൽക്കുന്നു. ഇത് എബ്രായലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ബലിമൃഗത്തിൻ്റെ രക്തവുമായി ആണ്ടിലൊരിക്കൽ മാത്രം പ്രധാന പുരോഹിതൻ ജനങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി പ്രവേശിച്ചിരുന്നു. ഇത് പാപപരിഹാര ബലിയുടെ ദിവസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 8-ാം മാസത്തിൻ്റെ 10-ാം ദിവസമായിരുന്നു ഇപ്രകാരം ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിത്യ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ബലിമൃഗങ്ങളുടെ രക്തവുമായിട്ടല്ല, തൻ്റെ തന്നെ രക്തവുമായി, താൻ കാൽവരിയിൽ ചിന്തിയ പാപപരിഹാര ബലിയുടെ രക്തവുമായി ആണ്ടിലൊരിക്കലല്ല, എന്നേക്കുമായി സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നവരെ, സ്വർഗവാതിൽക്കൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കാമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാനുള്ള അവൻ്റെ യോഗ്യതയാകട്ടെ അവൻ ചിന്തിയ രക്തമാണ്. എന്ന് പറഞ്ഞാൽ അവൻ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ പിതാവിന് അർപ്പിച്ചതാണ്. ഈ പിതാവിന് അർപ്പിക്കപ്പെട്ട രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ, അതായത് സ്വർഗ കവാടത്തിന് മുൻപിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശനം ലഭിക്കേണ്ടതിനായി കാത്തു നിൽക്കുന്നു. ഈശോയിലൊത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്നാപക യോഹന്നാന്റെ ജനനത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ സംഭവങ്ങളുടെ സൂചനയിൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനം വരെയും നടത്തപ്പെടാനിരിക്കുന്ന പുതിയ നിയമ ശുശ്രൂഷകളുടെ മുഴുവൻ രൂപവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Have a blessed day to all of you.